ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷനെ റിലേറ്റ് ചെയ്ത് കുറച്ചുള്ള തിയറംസ് ഉണ്ട്, കൊറോളറീസും ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത്, let V be a finite dimensional vector space if G is a finite spanning set of V and if I is a linearly independent subset of V such that I is contained in G. Then there is a basis B of V such that I is contained in B is contained in G. V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. G is the finite spanning set of V. അതായത് സ്പാൻ G ഈക്വൽ ടു V ആണ്. ആൻഡ് ഇത്രയും കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ I എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വിയും ആണെങ്കിൽ I എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G. ഓക്കെ, I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബേസിസിനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് I ഈസ് കണ്ടെയ്ൻഡ് ഇൻ B ഈസ് കണ്ടെയ്ൻഡ് ഇൻ G. ഇത്രേ പറയുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ G എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് I എന്ന് പറയുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ബേസിസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേന്ന് എഴുതാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? നമുക്ക് തന്നിരിക്കുന്നത് V എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ആണ് നമുക്കുള്ളത്. V എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതുപോലെ തന്നെ G എന്ന് പറയുന്നത് എന്താ? സ്പാനിങ് സെറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്പാൻ ഓഫ് G ഈക്വൽ ടു V എന്ന് എഴുതാം. ആൻഡ് I ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സച്ച് ദാറ്റ് I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഈ I എന്ന് പറയുന്ന സെറ്റും കൂടെ നമ്മൾ ആദ്യത്തെ കേസ് പറയാൻ കേട്ടോ, രണ്ട് കേസായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് കേസ് 1. നമുക്ക് തന്നിരിക്കുന്ന ഈ I എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിയെ സ്പാൻ ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഐനെ തന്നെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്താൽ പോരെ. ഓക്കെ, നമ്മൾ എടുക്കുന്നത് if I spans V, നമ്മൾ എന്തെടുക്കുക? I സ്പാൻ ചെയ്യുന്നുണ്ട്. ഓൾസോ I is linear. If I spans V and I is linearly independent, then we can say that then I is a basis for V. basis for V. അപ്പോൾ നമ്മൾ എന്താക്കിയിട്ട് എടുത്താൽ മതി? ഈ ബേസിസ് ആയിട്ട് ഐനെ തന്നെ ചൂസ് ചെയ്താൽ മതി. hence choose B ഈക്വൽ ടു I. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? നമുക്കറിയാം ഓൾറെഡി കണ്ടീഷൻ ഉണ്ട്, I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G ആണെന്നല്ലേ. അപ്പോൾ നമുക്കറിയാം I ഈക്വൽ ടു B. അതിന് ഞാനിങ്ങനെ എഴുതാണ്, തെറ്റില്ലാലോ. ഈസ് കണ്ടെയ്ൻഡ് ഇൻ G. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യും. നമുക്ക് പറയാനുള്ളത് ഇവിടെ I ഈക്വൽ ടു B ആണ്, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ G. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസിൽ എന്താ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ എന്താ എടുത്തത്? ഇഫ് I സ്പാൻസ് V, ഈ I വിയെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അടുത്ത കേസ് എന്തായിരിക്കും? സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമ്മൾ എടുക്കുകയാണ് ഇഫ് വേണം നമുക്ക് സപ്പോസ് കൊടുക്കാം. സപ്പോസ് സ്പാൻ ഓഫ് I ഈസ് നോട്ട് ഈക്വൽ ടു V. ഈ I വിയെ സ്പാൻ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G എന്നുണ്ട് അല്ലേ. വി ഹാവ് I ഈസ് കണ്ടെയ്ൻഡ് ഇൻ G എന്നുണ്ടല്ലോ. I ഈസ് എ സബ്സെറ്റ് ഓഫ് G എന്ന് പറയും. ഇവിടെ ഈ ഒരു പ്രോപ്പർ, അതായത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ് ആയിരിക്കും I എന്ന് പറയുന്നത്. ഈ ഈക്വാലിറ്റി ഇൻക്ലൂഷൻ ഉണ്ടാവില്ല. കാരണം എന്താ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ I എന്ന് പറയുന്നത് Gയെ സ്പാൻ ചെയ്ത് പോകും. ഈക്വൽ ആണെങ്കിൽ Gയും Iയും ഈക്വൽ ആണ് എന്നുള്ള കേസിൽ നമുക്ക് എന്ത് വരും? G എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റാണ്. അപ്പോൾ ആരാവും? I എന്ന് പറയുന്നതും സ്പാനിങ് സെറ്റാണ്. പക്ഷെ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? സ്പാൻ ഓഫ് I നോട്ട് ഈക്വൽ ടു V ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? I ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ G. ഓക്കെ, ഇത് പ്രോപ്പർ ആണെന്നുള്ള ഇൻക്ലൂഷനാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പാൻ ഓഫ് I ഈസ് നോട്ട് ഈക്വൽ ടു V. ഇനി അല്ലാന്ന് വിചാരിക്കുക, ഇഫ്
ഐ ഈക്വൽ ടു ജി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജിയും ഐയും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പാൻ ഓഫ് ഐ ഈക്വൽ ടു വി എന്ന് പറയാം. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്ത് വരും, ഐ ഈസ് പ്രോപ്പർലി കണ്ടെയ്നിങ് ജി ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഇൻക്ലൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, സ്പാൻ ഓഫ് ഐ ഈസ് കണ്ടെയ്നിങ് സ്പാൻ ഓഫ് ജി എന്ന് പറയാലോ. അതായത് ഐയുടെ സ്പാൻ ഈസ് നമുക്ക് പഠിച്ചിട്ടുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ സ്പാൻ ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ ഓഫ് ബി ആണ്. അതുപോലെ ഐ സബ്സെറ്റ് ഓഫ് ജി ആണെങ്കിൽ സ്പാൻ ഓഫ് ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ ഓഫ് ജി. ഇനി സ്പാൻ ജി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജി എന്ന് പറയുന്നത് ബിയെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇവിടുത്തെ എലമെൻസിനേക്കാളും കൂടുതലുണ്ടാവില്ലേ ഈ ജിയുടെ സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നോക്കി ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്കുള്ളത് ഐ ജി എന്ന് പറയുന്ന രണ്ട് സെറ്റുകളാണ്. അതിൽ ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. അപ്പോൾ ഇവിടെ ഇടയിൽ കിടക്കുന്ന ഒരു ബേസിസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഐ എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് ഇതിനോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന കുറച്ച് എലമെൻറ്റ്സും കൂടി കൂടുതൽ വെക്കുകയാണ്. എന്നിട്ട് അതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാം, therefore there exists a G1 in G minus I. അല്ലേ, ജിയിലുള്ളതും ഐയിലില്ലാത്തതുമായിട്ടുള്ള ഒരു G1 എനിക്ക് ചൂസ് ചെയ്തൂടെ. ജിയിലുണ്ട്, ഞാൻ ഐയിലില്ലാത്ത ജിയിലുള്ള ഒരു എലമെൻറ്റിനെ എനിക്ക് ചൂസ് ചെയ്തൂടെ, കാരണം ഐ ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. Okay, there exists a G1 belongs to G minus I such that G1 does not belongs to G1 does not belongs to span of I. Okay, ഞാൻ ജി മൈനസ് ഐയിൽ നിന്നൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്തു. അതെവിടെ ഉണ്ടാവില്ല, അത് ഐയിലെ എലമെൻറ്റ്സ് വെച്ച് എനിക്കതിനെ സ്പാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എലമെൻറ്റിനെ ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഐ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ G1 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ഐയിലില്ല, പക്ഷേ ജി മൈനസ് ഐയിലുണ്ട്. ജിയിലുണ്ട്, ഐയിലില്ല. ജിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പാനിങ് സെറ്റിൽ ഉണ്ടാവും കേട്ടോ. ഐയിലില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അതിൻ്റെ സ്പാനിങ് സെറ്റിൽ ഉണ്ടാവില്ല, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, സിൻസ് I is linearly independent and G1 does not belongs to span of I. ഈ ഇങ്ങനെ പറയുന്നതിന് ഒരു വലിയ റീസൺ ഉണ്ട്. നമ്മൾ ഐ എടുക്കാതെ സ്പാൻ ഓഫ് ഐ എടുക്കുന്നത് എന്താ അറിയോ, G1നെ ഐയിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് G1 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഓഫ് ഐ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഐ എടുക്കാതെ ഇവിടെ നമുക്ക് G1 ബിലോങ്സ് ടു ജി മൈനസ് ഐ എന്ന് പറഞ്ഞാൽ G1 ബിലോങ്സ് ടു ജി ബട്ട് G1 ഡസ് നോട്ട് ബിലോങ്സ് ടു ഐ എന്ന് എടുത്താൽ മതി. പക്ഷെ നമ്മളിവിടെ സ്പാനിങ് സെറ്റിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, G1 ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, G1 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ഐയിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐ എന്ന് പറയുന്ന സെറ്റ് യൂണിയൻ ഈ സിംഗിൾട്ടൺ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമോ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അതായത് ഇതിനെ കൺക്ലൂഡ് ചെയ്യാമോ എന്ന്. അപ്പോൾ ഐ എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി G1 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റാണ്. ഈ G1 എന്ന് പറയുന്നത് നോൺ സീറോ സെറ്റാണ്. ഓക്കെ, നോൺ സീറോ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഇനി ഈ നോൺ സീറോ എലമെൻറ്റിനെ ഇവിടെ നമ്മൾ G1 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റാണ്, G1 എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എവരി സിംഗിൾട്ടൺ സെറ്റ് നോൺ സീറോ സിംഗിൾട്ടൺ എലമെൻ്റ് ആണെങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി G1 എന്ന് പറയുന്ന ഐയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻസ് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ G1 എന്ന് പറയുന്നത് ഐയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവോ? ആവില്ല. കാരണം എന്താ, നമ്മൾ G1 ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഓഫ് ഐ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ യൂണിയൻ G1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സെറ്റ് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇഫ് ഐ യൂണിയൻ G1 എന്ന് പറയുന്ന ഈ പുതിയ സെറ്റ്, ഇഫ് ഐ യൂണിയൻ G1 സ്പാൻസ് V, then it is a basis. അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് ഐ യൂണിയൻ G1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അത് വിയെ സ്പാൻ ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ബേസിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചൂസ്
B equal to I union G1. Hence the proof is complete. കാരണം നമ്മളിപ്പം I is contained in B is contained in G1 എന്നെടുക്കാം. ഓക്കെ, അതായത് I is a subset of B is a subset of G എന്നെടുത്താൽ മതി. അല്ല, എന്ന് കിട്ടും, ഇവിടുന്ന് എടുത്താൽ മതി എന്നല്ല, എന്നിവിടുന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, I union G1 ആയിട്ട് നമ്മളുടെ ബേസിസ് ആയിട്ട് I union G1 ചൂസ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ അല്ലാത്ത കേസിലോ, if I union G1 not spans V, അല്ലെ, സ്പാൻ ചെയ്യുന്നില്ലെങ്കിലോ, does not span V. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലുള്ള ആർഗ്യുമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? വി ക്യാൻ ചൂസ് ആൻ എലമെന്റ് G2 belongs to G minus I union G1. Then എന്തെഴുതാം നമുക്ക്? I union G1 G2 is linearly independent എഴുതണം. If I union G1 does not spans V. അങ്ങനെയാവുമ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടുക? Span of I union G1 is contained in span of G എന്ന് എഴുതാലോ, is equal to V. അതായത് നമുക്കിപ്പോൾ I union G1 is a subset of G എന്നല്ലേ കിട്ടിയത്. ഇനി മുമ്പ് അതും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? I union G1 does not spans V. അതിൻ്റെ മീനിങ് എന്താ? I union G1 എന്ന് പറയുന്നത് ഈ സ്പാനിങ് സെറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അല്ലേ, പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണ്. ഇത് ഈക്വാലിറ്റി ഇവിടെ വരില്ല. ഈക്വാലിറ്റി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ I union G1 എന്ന് പറയുന്നതും വി എ സ്പാൻ ചെയ്തേനെ. പക്ഷെ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് I union G1 എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്പാൻ ഓഫ് I union G1 is contained in span of G equal to V. ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ആൻ എലമെന്റ് G2 belongs to G minus I union G1. അല്ലേ, ഇങ്ങനൊരു പോസിബിൾ ആണ്. കാരണം എന്താ? I union G1 is properly contained in G എന്നാണ്. സോ G minus I union G1 ൽ നിന്ന് നമുക്കൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ such that G2 belongs to G minus I union G1 such that നമുക്കിവിടെ എന്തെഴുതാം? I union G1, G2. ഇവിടുന്ന് നമുക്കൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ G2 എന്ന് പറയുന്നത് does not belongs to span of I union G1. ഓക്കെ, ഇനി G1 സ്മോൾ. ഇനി G1ഉം ഐയും I union G1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ G2 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദിസ് സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് G2 വരികയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I union G1 G2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Therefore I union G1 G2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ നമ്മളിത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, പ്രൊസീഡിങ് ഇൻ ദിസ് വേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വേണം? സ്പാൻ ഓഫ് I union G1 G2 ഈക്വൽ ടു സ്പാനിങ് സെറ്റും കൂടെ ആണെങ്കിൽ നമ്മൾ അതിനെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ അടുത്തൊരു G3 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ അഡ്ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രൊസീഡിങ് ഇൻ ദിസ് വേ. ഈ വേയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യില്ലേ? ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ V എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സിൻസ് G ഈസ് സ്പാനിങ് സെറ്റും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എലമെൻറ്റ്സ് എടുത്തെടുത്ത് ഒരു സമയമാകുമ്പോൾ അതിൽ എലമെൻറ്റ്സ് തീർന്നു പോകും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? For some n finite, for some m the set
B equal to I union G1, G2, etc. up to Gm is a basis. അതായത് ഒരിടത്ത് ഒരു എമ്മിൽ എത്തുമ്പോൾ അത് തീർന്നു പോകും, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, കാരണം അത് ഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഐ യൂണിയൻ G1, G2, etc. Gm is a basis of V with I is contained in B is contained in G. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ തിയറം പറയുന്നത്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് 2-3 കൊറോളറീസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കൊറോളറി ഇതാണ്: എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് I ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു ഫോം എ ബേസിസ്. അത് തന്നെയല്ലേ നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറത്തിൽ ചെയ്തതും. അതായത് ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് I ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു ഫോം എ ബേസിസ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. നമുക്ക് ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെയും നമുക്ക് അതിൻ്റെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രൂഫ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം തൊട്ട് മുമ്പ് എന്താണോ പ്രൂവ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റുകളെല്ലാം എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. I എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. V എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണെങ്കിൽ Vക്ക് എന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ്, അപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എന്തായിരിക്കും? അതിൻ്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റുകളെല്ലാം തന്നെ ഫൈനൈറ്റ് ആയിരിക്കും. അതിന് നമുക്കിപ്പം ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റായിട്ട് ഞാൻ I എടുത്തു. ഓക്കെ, ഈ I എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. I എന്ന് പറയുന്നത് സ്പാൻ ഓഫ് Vക്ക് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Iനെ നമുക്ക് ബേസിസ് ആയിട്ട് തന്നെ ചൂസ് ചെയ്താൽ മതി. ഇനി സ്പാൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ Iയിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റിനെ സ്പാനിങ് സെറ്റിൽ നിന്നും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എലമെൻസിനോട് കൂടെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ ഒന്നും വരാത്ത ഒരു എലമെൻറ്റിനെ നമുക്ക് ആ വെക്ടർ സ്പേസിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അഡ്ജോയിൻ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് I യൂണിയൻ G1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ? ഈ Iയും G1ഉം തമ്മിൽ ലീനിയർ കോമ്പിനേഷനുമായിട്ട് റിലേഷനൊന്നുമില്ല, ഇതൊരു നോൺ സീറോ എൻട്രി ആണ്. അപ്പോൾ നമുക്ക് I യൂണിയൻ G1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഈ I യൂണിയൻ G1 ഇനി സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ അത് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിസ് ആയിട്ട് I യൂണിയൻ G1 എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, I യൂണിയൻ G1, Iനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടല്ലേ നമുക്ക് ബേസിസ് കിട്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെ തന്നെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൻ്റെ പ്രൂഫ് തൊട്ട് മുമ്പുള്ള സാധനം എന്താണോ അത് തന്നെയാണ് പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത കൊറോളറി നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കൊറോളറി: ഇഫ് V is of finite dimension n, then every linearly independent set consisting of n elements is a basis of V. അതായത് നമുക്ക് ബേസിസ് ഓഫ് ഇഫ് V എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ n ആയിട്ടുള്ള ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് n ആണെന്ന് തന്നിട്ടുണ്ട്. then every linearly independent set consisting of n elements. ഇനി ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് I ഉണ്ട്. അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്? n ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഡയമെൻഷനോട് ഈക്വലൻ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു n എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് ആയിരിക്കും, ആ ഡയമെൻഷൻ്റെ ബേസിസ് ആയിരിക്കും. ഇതൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. R2 എടുത്തു, 1001. ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലേ. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം 1032. ഇത് രണ്ടും എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇതും R2ൻ്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇവിടെ? നമുക്കിത് പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ലേ? V എന്ന് പറയുന്നത് ഡയമെൻഷൻ n ആണ്. V എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ n ആണ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? സിൻസ് dimension of V equal to n, then
basis of V has n elements. അല്ലേ? ഡയമെൻഷൻ ഓഫ് വി എന്നാണെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ബേസിസിൽ ഒരു എലമെൻറ്റ് വിയുടെ ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ടാവുന്നതാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എന്താ തൊട്ട് മുമ്പുള്ള കൊറോളറി പറയുന്നത്? ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെയും അതിനെ നമുക്ക് ഒരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഐ എന്ന് പറയുന്നത് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് n എലമെൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് n എലമെൻറ്റ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? n എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? ഐ എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് n എലമെൻറ്റ്സ് ആണ്. ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും നമുക്കതിനെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്? n എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇവിടുത്തെ ഐ തന്നെയായിരിക്കും നമ്മളുടെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എവരി ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ബൈ കൊറോളറി വൺ നമുക്ക് എന്ത് പറയാം? ഐ ഈസ് ദ ബേസിസ്. അതായത് the linearly independent set with n elements is a basis. ഓക്കെ, ഇനി അടുത്തൊരു കൊറോളറി ഉണ്ട് പറയാം. അടുത്ത കൊറോളറി, ഇഫ് S is a subset of the finite dimensional vector space V, then the following statements are equivalent. ഒന്നാമത്തെ S is a basis, രണ്ടാമത്തേത് S is a maximal independent subset, മൂന്നാമത്തേത് S is the minimal spanning set. ഒന്നുമില്ല, S എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് ദ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതുപോലെ താഴെ പറയുന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് എസ് ബേസിസ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, അതുപോലെ തന്നെ മിനിമൽ സ്പാനിങ് സെറ്റാണ് എന്നും കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. എസ് എന്ന് പറയുന്നത് ഒരു ബേസിസ് ആണെങ്കിൽ അത് മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റും മിനിമൽ സ്പാനിങ് സെറ്റും ആയിരിക്കും. n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ ബേസിസ് എന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള കൊറോളറിയിൽ പറഞ്ഞല്ലോ. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ വിത്ത് n എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് v എലമെൻറ്റ്സ് ആണ് എങ്കിൽ നമുക്ക് പറയാം അതെന്ന് പറയുന്നത് ബേസിസ് തന്നെയായിരിക്കും എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കതുപോലെ തന്നെ എസ് ഇസ് ദ മിനിമൽ സ്പാനിങ് സെറ്റ്. അതായത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ മിനിമം n എലമെൻറ്റ്സ് വേണം അല്ലേ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പാൻ ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n ആണെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ഈ എസ് എന്ന് പറയുന്ന സെറ്റിൽ n എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ അത് മിനിമൽ സ്പാനിങ് സെറ്റും മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് 1 implies 2. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ സപ്പോസ് S is a basis of V. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എസ് എന്ന് പറയുന്നത് മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. നമ്മളിവിടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടില്ല. ഇഫ് ഐ ഈസ് ദ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് എസ് കണ്ടെയ്ൻഡ് ഇൻ ഐ ദെൻ എസ് ഈക്വൽ ടു ഐ. അതായത് ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അത് നമ്മളുടെ ബേസിസ് ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ കണ്ടെയ്ൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ബേസിസ് എന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, ഇഫ് ഐ ഈസ് ദ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു വിത്ത് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഐ ദെൻ എസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എക്സ് ഈസ് ദ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എന്നായി. അപ്പോൾ നമ്മൾ ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സപ്പോസ് എസ് ഈസ് എ ബേസിസ് ഓഫ് വി ആൻഡ് ഐ ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. നമ്മളുടെ ഒന്നാമത്തെ കൊറോളറി എന്താ പറയുന്നത്? ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും നമുക്കൊരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നറിയാം നമുക്ക്. അപ്പോൾ ബൈ കൊറോളറി 1
ബൈ കൊറോളറി 1 നമുക്ക് എന്ത് പറയാം? ഐ ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു എ ബേസിസ് അല്ലേ? the linearly independent set I of V can be extended to a basis ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയുന്നത് എന്താ? hence therefore there exists a basis B such that I is contained in B. അതായത് ഈ ഐനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ബേസിസ് ആണ് ബി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്ന സെറ്റിൻ്റെ വെരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കൊണ്ടും നമുക്കതിനെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അതിൽ കണ്ടെയ്ൻഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി ഓഫ് വി സച്ച് ദാറ്റ് ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് എഴുതാം. ഇനി നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, സിൻസ് എസ് ആൻഡ് ബി ആർ ബേസിസ് ആൻഡ് എവറി ബേസിസ് ഓഫ് ദ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇവിടെ നമുക്ക് എസും ബേസിസ് ആണ് ബിയും ബേസിസ് ആണെന്ന് കിട്ടിയല്ലേ. എല്ലാ ബേസിസിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. സോ എസിലും ബിയിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. നമുക്കറിയുന്ന തിയറാണത്. എവറി ബേസിസ് ഓഫ് ദ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഐ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഐ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്നാണ്. എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഐ ആൻഡ് ഐ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ബി ആൻഡ് എസ് ആൻഡ് ബി ഹാസ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഐയിലും ആര് തന്നെയാണ് ഉണ്ടാവുക? എസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ഇങ്ങനെയല്ലേ വരുന്നത്. എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഐ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്നാണ്. അപ്പോൾ നോക്കുക, എസിലും ബിക്കും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഐയിലും എന്ത് തന്നെയാണ്? സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളുടെ ബേസിസ് ആയിട്ട് ആര് ആക്ട് ചെയ്യും? നമ്മുടെ ഐ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എസ് ഈക്വൽ ടു ഐ. ഓക്കെ, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. അതായത് നമുക്ക് പറയാം ദ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്തായിരിക്കും? ഒരു ബേസിസ് ആണെങ്കിൽ അത് അതിൻ്റെ മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും എന്ന് പറയാം. ഇനി നമുക്ക് 2 implies 3യുടെ പ്രൂഫ് നോക്കാം. നമുക്ക് എന്താ 2 implies 3യിൽ പ്രൂവ് ചെയ്യേണ്ടത്? S is a maximal independent set implies S is minimal spanning set എന്ന് പറയണം. അതായത് S എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മളെ കയ്യിലുണ്ട്, അത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇതാണ് കേട്ടോ. ഐ എന്ന് പറയുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഐ, ദെൻ എസും ഐയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസ് ഇസ് എ മിനിമൽ സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി സ്പാൻസ് ബി ആണെങ്കിൽ ആൻഡ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസും കൂടെ ആണെങ്കിൽ ജിയും എസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറയാം. ഞാൻ താഴോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ നോട്ട്സ് എഴുതുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം എടുക്കുന്നത് സപ്പോസ് എസ് ഈസ് എ മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്നെടുത്തു. എസ് എന്ന് പറയുന്നത് മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയുന്നത്? ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് ആ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എസ് ഒരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ എസ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു എ ബേസിസ് ബൈ കൊറോളറി 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി സച്ച് ദാറ്റ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. നമ്മളുടെ ആദ്യത്തെ തിയറം യൂസ് ചെയ്ത് പറയുന്നതാണ് ബൈ തിയറം 1. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ തിയറം. ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി സച്ച് ദാറ്റ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി പറയാലോ. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്നത് ബേസിസ് ആണെന്ന് നമുക്കറിയാം, ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അറിയാം. പക്ഷേ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. പക്ഷേ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ബി ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എസും ബിയും ഈക്വൽ ആയേ മതിയാവുന്നല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദ മാക്സിമാലിറ്റി ഓഫ് എസ് ഇംപ്ലൈസ് എസ് ഈക്വൽ ടു ബി. നമുക്ക് പറയാം മാക്സിമാലിറ്റി ഓഫ് എസ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ബി എന്ന് പറയാൻ പറ്റില്ല. അതിനോട് തന്നെ ഈക്വൽ ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ബി എന്നേ പറയാൻ പറ്റുള്ളൂ. സോ എസ് ഈക്വൽ ടു ബി. അപ്പോൾ നമുക്കിവിടെ എസ് എന്ന് പറയുന്നത് ബേസിസ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് സപ്പോസ് എസ് ഈസ് എ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എസ് ഈസ് എ ബേസിസ് ആണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മിനിമാലിറ്റി ആണ് പറയേണ്ടത്. അതായത് എസ് എന്ന് പറയുന്നത് ബേസിസ് ആണ്. ഇനി ഈ ബേസിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് ജി. നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ആ മിനിമൽ സ്പാനിങ് സെറ്റിന് എന്ത് പ്രൂവ് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്? മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈഫ്, ഇവിടെ എഴുതാം കേട്ടോ, ശ്രദ്ധിക്കണേ, ഞാനിവിടെ എഴുതുന്നുണ്ട്. ഈഫ് സ്പാൻ ഓഫ് ജി ഈക്വൽ ടു വി ആൻഡ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്, ദെൻ ജി ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ മതി.
ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്നത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അതൊരു ബേസിസ് ആണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ജി ബി എ സബ്സെറ്റ് ഓഫ് വി സച്ച് ആസ് സ്പാൻ ഓഫ് നമ്മൾ എടുക്കുകയാണ്. ഈ ജി എന്ന് പറയുന്നൊരു സ്പാനിങ് സെറ്റ് ഉണ്ട് ആൻഡ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എന്ന് എടുത്തു. ഓക്കെ, ജി എന്ന് പറയുന്നൊരു സബ്സെറ്റ് ഓഫ് വി എടുത്തു. സ്പാൻ ഓഫ് ജി ഈക്വൽ ടു വി ആണ് സച്ച് ആൻഡ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. ഇനി നമുക്ക് തിയറംസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. നമുക്കറിയാലോ എം ടി സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന്. എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് എം ടി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ആണ്. ക്ലിയർ ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്പാനിങ് സെറ്റാണ് ജി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ തിയറം 1 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി സ്റ്റാർ സച്ച് ദാറ്റ് ഫൈവ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി സ്റ്റാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി എന്ന് പറയാമല്ലോ. ഓക്കെ, നമ്മളിവിടെ എസ് ബേസിസ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ബി സ്റ്റാർ ഓൾറെഡി ഒരു ബേസിസ് ആണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസും ബി സ്റ്റാറും ബേസിസ് ആണ്. എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെയും ബേസിസിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എന്ന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ അസംഷനിലുള്ളതാണ്. ബി സ്റ്റാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. ആൻഡ് ഈ ബി സ്റ്റാറിലും എസിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയും, ഈ ബി സ്റ്റാറും എസും ജിയും ഒക്കെ ഒരേ സാധനമാണെങ്കിലല്ലേ ഉള്ളൂ. അതായത് നമുക്കിങ്ങനെയല്ലേ കിട്ടിയ ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. ഓ, എന്താ പ്രശ്നമുണ്ടല്ലോ. ബി സ്റ്റാർ ഇവിടെ എഴുതാം. അതായത് ബി സ്റ്റാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. അതായത് ബി സ്റ്റാറിലും എസിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ജിക്കും എന്തായിരിക്കും, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ഇംപ്ലൈ ചെയ്യാം, എസും ജിയും ബി സ്റ്റാറൊക്കെ ബേസിസ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഹെൻസ് എസ് ഈസ് ദ മിനിമൽ സ്പാനിങ് സെറ്റ് ഓഫ് ജി എന്ന് പറയാം. ഓക്കെ, മിനിമൽ സ്പാനിങ് സെറ്റ് ഓഫ് വി നോട്ട് ജി. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ പ്രൂവ് ചെയ്തത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് 3 ഇംപ്ലൈസ് വൺ നോക്കാം. എന്നിട്ട് എസ് ബി എ മിനിമൽ സ്പാനിങ് സെറ്റ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എസ് എന്ന് പറയുന്നത് ഒരു മിനിമൽ സ്പാനിങ് സെറ്റ് ആണെങ്കിൽ എസ് ബേസിസ് ആണെന്ന് പറയണം. അപ്പോൾ നമ്മളിവിടെ ശരിക്കും തൊട്ട് മുമ്പ് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിലും ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബേസിസിൻ്റെ കൺക്ലൂഷൻ വെച്ചിട്ടാണ് നമ്മൾ മിനിമൽ സ്പാനിങ് സെറ്റിനെ പറ്റി പറയുന്നത്. ഇവിടെയും നമുക്ക് മിനിമൽ സ്പാനിങ് സെറ്റ് ആണെങ്കിൽ ബേസിസ് ആണെന്ന് പറയണം, അത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്നത് മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്ന് എടുത്തു. ഇനി എം ടി സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് എം ടി സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. ക്ലിയർ ആണ്. ദെൻ ദർ എക്സിസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ബൈ എബോവ് തിയറം ദർ എക്സിസ്റ്റ് ബി ബേസിസ് ബി സച്ച് ദാറ്റ് ഫൈവ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് ബേസിസ് ആണ്. അപ്പോൾ ബി ബേസിസ് ആയതുകൊണ്ട് അത് ആരെ സ്പാൻ ചെയ്യും, ബി എ സ്പാൻ ചെയ്യും. നമുക്ക് എസ് എന്ന് പറയുന്നത് മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് സ്പാൻ ഓഫ് ബി ഈക്വൽ ടു ആരാണ്, ബി അല്ല, സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു ബി ആണ്. സ്പാൻ ഓഫ് ബി ഈക്വൽ ടു ബി ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് ആരാണ്, എസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ മിനിമാലിറ്റി, അതായത് ഈ സ്പാനിങ് സെറ്റിലെ എസ്സിലെ എലമെൻസും അതുപോലെ തന്നെ ബിയിലെ നമ്പർ ഓഫ് എലമെൻസും ഈക്വൽ ആണ് അല്ലേ. പക്ഷെ മിനിമാലിറ്റി ഓഫ് എസ്, ഏറ്റവും ചെറിയ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് ആരാണ്, ബി ആണെന്ന് എസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ എസും ബിയും ഈക്വൽ ആയാലേ മതിയാവുള്ളൂ. ഏറ്റവും ചെറിയ സ്പാനിങ് സെറ്റാണ് എസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ബി എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റാണ്, ബി എ സ്പാൻ ചെയ്യുന്ന മറ്റൊരു സെറ്റാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയണം ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഈ സ്പാനിങ് സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണവും ഈക്വൽ ആയാലേ മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഈ എസും ബിയും ഒക്കെ എന്താണ്, ഈക്വൽ ആയേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം therefore എസ് ഈസ് എ ബേസിസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എസ് എന്ന് പറയുന്നത് ഒരു ബേസിസ് ആണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നുകൂടെ പറയാം, എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കി പോയോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറയാം, എസ് എന്ന് പറയുന്നത് ഒരു മിനിമൽ സ്പാനിങ് സെറ്റാണ്. അതായത് നമുക്കിപ്പം വി എ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള സെറ്റാണ്, മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് എസ് എന്ന് പറയുന്നത്. ഇനി എം ടി സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് എം ടി സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. ഇനി നോക്കി, ഈ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എസ് ആണ്. പക്ഷെ ബിയും സ്പാൻ ചെയ്യുന്നുണ്ട്, എസും സ്പാൻ ചെയ്യുന്നുണ്ട്. എസ് എന്ന് പറയുന്നതാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള സ്പാനിങ് സെറ്റ്. ഓക്കെ, ഇത്
ബേസിസ് ആയതുകൊണ്ട് ബിയും സ്പാൻ ചെയ്യുന്നുണ്ട് വിയെ, എസും സ്പാൻ ചെയ്യുന്നുണ്ട് വിയെ. അപ്പോൾ നോക്ക്, ഇതാണ് ഏറ്റവും മിനിമം. അപ്പോൾ അതിനേക്കാളും ചെറുത് വീണ്ടും എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എസ് ഈക്വൽ ടു, അത് രണ്ട് ഈക്വൽ ആവാനല്ലേ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പറയാം എസ് ഈക്വൽ ടു ബി. ദെർഫോർ എസ് ഇസ് എ ബേസിസ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കൊറോളറി. If V is a finite, V is of dimension n, then every subset containing more than n elements is linearly dependent. No subset containing fewer than n elements can span V. അതായത് V എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് വിത്ത് ഡയമെൻഷൻ ഓഫ് V ഈക്വൽ ടു n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് ബേസിസ് എന്ന് പറയുന്നത് n എലമെൻറ്റ്സ് ഉള്ളൊരു ബേസിസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? n എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു i എന്ന് പറയുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു വിത്ത് n എലമെൻറ്റ്സ് ആണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും നമുക്കറിയാം. അതായത് ഇപ്പോൾ ഈ ബേസിസിൽ n എലമെൻറ്റ്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും, സ്പാനിങ് സെറ്റും ആയിരിക്കും. നമ്മൾ തൊട്ട് മുമ്പുള്ള കൊറോളറി എന്താ പറയുന്നത്? ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് മാക്സിമൽ ആയിരിക്കും, ഈ സ്പാനിങ് സെറ്റ് മിനിമൽ ആയിരിക്കും. അതല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, നോ സബ്സെറ്റ് എവറി സബ്സെറ്റ് കണ്ടെയ്നിങ് മോർ ദാൻ n എലമെൻറ്റ്സ് ഈസ് ലീനിയർലി ഡിപെൻഡൻറ്റ്. ശരിയല്ലേ? കാരണം ബി എന്ന് പറയുന്നൊരു ബേസിസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ആ സെറ്റിലുള്ള ഏറ്റവും മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, അതിനേക്കാളും തൊട്ട് മുമ്പ് വലുത് ഒരു മാക്സിമൽ ഉണ്ടെന്ന് പറഞ്ഞത് ബേസിസ് ആവില്ല, അതായത് അത് ലീനിയർലി ഡിപെൻഡൻ്റ് ആയിപ്പോകും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്കൊരു ബേസിസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? മിനിമൽ സ്പാനിങ് സെറ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു n എലമെൻറ്റ്സിനേക്കാളും കുറവുള്ള ഒരു സബ്സെറ്റ് ഉണ്ട്, n എലമെൻറ്റ്സിനേക്കാളും കുറവുള്ള ഒരു സബ്സെറ്റ്, ഇപ്പോൾ n-1 എലമെൻറ്റ്സേ ഉള്ളൂ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ആ വിയെ സ്പാൻ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? സ്പാനിങ് സെറ്റ് ബി എന്ന് പറയുന്ന ബേസിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു തിയറം കൂടെ പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.